എത്ര ശ്രമിച്ചാലും അടുക്കള കത്തിക്ക് ബീഫ് മുറിക്കാൻ കഴിയില്ലെന്ന് ആ സ്ത്രീ മനസ്സിലാക്കി. മറ്റൊരു കത്തി തിരയാൻ അവൾക്ക് സമയമില്ലായിരുന്നു. നിരാശയോടെ അവൾ ഒരു പ്രത്യേക രീതി കണ്ടുപിടിച്ചു. അവൾ ഒരു വെള്ളക്കടലാസിൽ എണ്ണ തേച്ചു, ബീഫ് ചെറിയ കഷണങ്ങളാക്കി മുറിച്ച്, കെൽപ്പ് ഉപയോഗിച്ച് മാംസം പൊതിഞ്ഞ് മുറുകെ പിടിച്ചു. ഒടുവിൽ അവൾ മുഴുവൻ പാത്രവും എണ്ണ പുരട്ടിയ പേപ്പറിൽ പൊതിഞ്ഞു. തിളച്ച വെള്ളത്തിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കാൻ അവൾ തന്റെ സഹായികളോട് നിർദ്ദേശിച്ചു. തുടർന്ന് തന്റെ കൈപ്പത്തി ഉപയോഗിച്ച് താപനില പരിശോധിച്ചു. വെള്ളം ഏകദേശം 55°C അവൾ ബീഫ് അകത്താക്കി. അരമണിക്കൂറിനു ശേഷം ബീഫ് പൂർണ്ണമായും വേവിച്ചു. ഒരു സഹായി ഒരു കഷണം എടുത്ത് ഉടൻ തന്നെ താൻ ഇതുവരെ രുചിച്ചതിൽ വച്ച് ഏറ്റവും രുചികരമായ കാര്യമാണിതെന്ന് വിളിച്ചു പറഞ്ഞു. എന്നിരുന്നാലും ബീഫ് വിളമ്പിയപ്പോൾ 2 പ്രഭുക്കന്മാർ വിഭവത്തെ പരിഹസിച്ചു. ഒരു വിരുന്നിന് ബീഫിന്റെ കുറച്ചു കഷണങ്ങൾ വളരെ എളിമയുള്ളതായി തോന്നുന്നു എന്ന് പറഞ്ഞു. അവർ വിരുന്നിന്റെ ആതിഥേയനെ മനഃപൂർവ്വം വെല്ലുവിളിക്കാൻ തുടങ്ങി. ഇത് കണ്ട ആതിഥേയൻ ഉടൻ തന്നെ അടുക്കളയിലുള്ള എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരാൻ ഉത്തരവിട്ടു. പ്രഭുക്കന്മാർ ബീഫ് രുചിച്ചിട്ടില്ലെന്ന് ശ്രദ്ധയിൽപ്പെട്ട ആ സ്ത്രീ, അടുക്കള ജീവനക്കാരെ ശിക്ഷിക്കുന്നതിനു മുമ്പ് കുറഞ്ഞത് ആ വിഭവമെങ്കിലും പരീക്ഷിച്ചു നോക്കണമെന്ന് നിർബന്ധിച്ചു. 2 പ്രഭുക്കന്മാരും സമ്മതിച്ചു. ഒരു കടി കഴിച്ചു. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബീഫ് അപ്രതീക്ഷിതമായി രുചികരമായിരുന്നു. സ്ത്രീ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു. പക്ഷേ പ്രഭുക്കന്മാർ പെട്ടെന്ന് അവരുടെ ചോപ്സ്റ്റിക്കുകൾ താഴെ വച്ചു. ബീഫ് പ്രത്യേകിച്ചൊന്നുമില്ലെന്ന് തണുത്ത അഭിപ്രായപ്പെട്ടു. ഇത്തവണ ആതിഥേയന് ഇനി പിടിച്ചു നിൽക്കാനായില്ല. വിഭവം മികച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തി. സ്ത്രീയെ തുറന്നു പറഞ്ഞതിന് ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ച 2 പ്രഭുക്കന്മാർ അവളെ ശിക്ഷിക്കാൻ കാവൽക്കാരോട് ഉത്തരവിട്ടു. ആ നിർണായക നിമിഷത്തിൽ രാജാവ് വിരുന്നിലെത്തി. തർക്കത്തെക്കുറിച്ച് ജിജ്ഞാസയോടെ ആ സ്ത്രീയുടെ വിഭവം സ്വയം രുചിച്ചറിയാൻ അദ്ദേഹം തീരുമാനിച്ചു. അവളുടെ പ്രതീക്ഷ നിറഞ്ഞ നോട്ടത്തിൽ രാജാവ് ബീഫ് വായിൽ വച്ചു. തൽക്ഷണം അവന്റെ കൈകൾ ചെറുതായി വിറക്കാൻ തുടങ്ങി. ഇത്രയും മനോഹരമായ ഗോമാംസം അയാൾ മുമ്പ് ഒരിക്കലും രുചിച്ചിട്ടില്ല. രാജാവ് ആ 2 യുക്തിഹീനരായ പ്രഭുക്കന്മാരെ ശിക്ഷിക്കുകയും ആ സ്ത്രീയെ രാജകീയ പാചകക്കാരിയായി നിയമിക്കുകയും ചെയ്തു. കഥയുടെ ധാർമ്മികത. യഥാർത്ഥ വൈദഗ്ധ്യം പ്രത്യക്ഷത്തിലല്ല, ഫലങ്ങളിലൂടെയാണ് തിളങ്ങുന്നത്. അവളുടെ സ്ഥാനത്ത് നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ കഥകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.